പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ സ്വീകരിക്കേണ്ട നടപടി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. രാജ്നാഥ് സിംഗ്, അമിത്ഷാ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിൽക്കുകയാണ്. പ്രതിപക്ഷം ഇന്ന് രാജ്യസഭയിൽ ഡാം സുരക്ഷാ ബിൽ ചർച്ചയ്ക്കെടുക്കും. വിവരങ്ങളുമായി അരുൺ ശങ്കറുണ്ട്. അരുൺ, പ്രധാനമന്ത്രി വിളിച്ച യോഗം അത് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? അതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ യോഗം കോൺഗ്രസ് ആണ് വിളിച്ചത്, തൃണമൂൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ആദ്യ ദിവസം മുതൽ തന്നെ പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷത്തെ മുഖ്യ കക്ഷിയായ കോൺഗ്രസ് വിളിക്കുന്ന യോഗത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും വിട്ടുനിൽക്കുകയാണ്. 12 എംപിമാരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച യോഗത്തിൽ നിന്നും TMCയും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും വിട്ടുനിൽക്കുകയാണ്. പക്ഷേ സ്വീകരിക്കുന്ന നിലപാടിൽ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷ നിരയ്ക്ക് ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസമാണ് 12 പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം സർക്കാർ അറിയിച്ചത്. കഴിഞ്ഞ സമ്മേളന സമ്മേളനത്തിന്റെ അവസാന ദിനമുണ്ടായ സംഭവവികാസങ്ങളാണ് സസ്പെൻഷൻ നടപടിക്ക് ആധാരം. ഇത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ നടപടിക്ക് വിധേയരായ അംഗങ്ങൾ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നടപടി ഒഴിവാക്കാമെന്നൊരു നിലപാട് സർക്കാരിനുണ്ട്. എന്നാൽ അത് അംഗീകരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായിട്ടില്ല. അവർ സമ്മേളന കാലയളവ് പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. എന്നാൽ ആ നിർദ്ദേശത്തെ പൂർണ്ണമായും എല്ലാ പാർട്ടികളും അംഗീകരിക്കുന്നില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിൻ്റെ കുറ്റമായി മാറ്റാൻ സർക്കാരിന് കഴിയും. അതുകൊണ്ട് മറ്റെന്ത് തന്ത്രം സ്വീകരിക്കണം എന്നത് ചർച്ച ചെയ്യാനാണ് രാവിലെ യോഗം ചേർന്നത്. ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഒരു ദിവസത്തേക്കുള്ള സഭാബഹിഷ്കരണം നടത്തിയേക്കുമെന്നും പറയുന്നുണ്ട്. നിലവിൽ രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. രേഖകൾ സഭയിൽ വെക്കുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം ശൂന്യവേള തുടങ്ങും. ശരി, പാർലമെന്റിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അരുൺ ശങ്കർ നൽകിക്കൊണ്ടിരിക്കുന്നത്. महोदय, विपक्ष की जो ये करतूत जो दिख रही है, किसानों की बात करते हैं, बुंदेलखंड के किसानों का भला मोदी सरकार ने किया है। हमारे यहाँ पानी की जो कमी थी उसको लेकर के जितने भी वहां पर जो व्यवस्थाएं की हैं, आज के पहले कभी आजादी के बाद कभी नहीं हुई। अभी वर्तमान में माननीय प्रधानमंत्री जी कहते 60,000 हेक्टेयर जमीन हमारे क्षेत्र में सिंचित हुई और उन्हीं से जुड़ा हुआ प्रश्न है। गोवंश को चारा नहीं मिलता था, पीने को पानी नहीं मिलता था। भारत सरकार को ट्रेन से पानी भेजने की सोचती थी पहले जमाने में, पहले भाजपा सरकार के पहले। माननीय महोदय, मैं आपसे निवेदन करना, आपके माध्यम से मंत्री जी से निवेदन करना चाहता हूं कि जो देशी गौवंश का जो A2 मिल्क है, क्या हमारे बुंदेलखंड क्षेत्र में भारत सरकार जो प्रधानमंत्री जी का जो महत्वाकांक्षी जो योजना है पोषण अभियान, कि हर व्यक्ति को पोषण मिल सके, हर बच्चे को मिल सके, क्या A2 मिल्क देशी गौवंश का राशन के माध्यम से निःशुल्क उपलब्ध कराने की योजना है? माननीय अध्यक्ष जी, सुझाव अच्छा है माननीय सदस्य का। A2 मिल्क की महत्व है बहुत पूरे देश में, और आज के दिन अगर आप देखेंगे तो शहरों में एक अलग कल्चर पैदा हुई है A2 मिल्क के लिए, चाहे उसका दूध हो या घी हो। कुछ प्रदेश सरकारों ने प्रयास भी किया है, गुजरात में प्रयास हुआ है कि दूध भी राष्ट्रीय पोषण में दिया जाए, लेकिन ये कार्य उत्तर प्रदेश सरकार का है। अभी उत्तर प्रदेश और बिहार के लिए कोऑपरेटिव बनाने के लिए एक स्कीम, जायका स्कीम केंद्र सरकार के द्वारा शुरू की गई है। अगर बुंदेलखंड के A2 मिल्क के लिए अलग से कोई प्रदेश सरकार से प्रस्ताव आता है नई कोऑपरेटिव बनाने का या मिल्क प्रोड्यूसर कंपनी बनाने का, तो केंद्र सरकार जायका के माध्यम से उसमें मदद कर सकती है। माननीय अध्यक्ष महोदय, माननीय मंत्री जी ने जो बताया कि उत्तर प्रदेश सरकार प्रयास कर सकती है। उत्तर प्रदेश में जब से भारतीय जनता पार्टी की सरकार आई है, उत्तर प्रदेश में योगी जी के नेतृत्व वाली सरकार में हमारे क्षेत्र में हर प्रति गौपालक को 900 रुपए प्रति माह के हिसाब से दिया जा रहा है। देशी गौवंश का बहुत अच्छे से संरक्षण हुआ है। हमारे यहाँ जो अन्ना की समस्या थी, जिसको लेकर के कि मैं पिछली बार प्राइवेट मेंबर बिल भी लेकर के आया था, आपने बड़ी सकारात्मक बहस कराई थी अध्यक्ष महोदय। Suspension of 12 members of Rajya Sabha for the entire duration of the session. Yesterday, on adoption of motion moved by the Minister of Parliamentary Affairs, the moving of the motion and its adoption is a gross violation of rules of procedure regarding suspension of members provided under Rule 256. At the time the minister was moving the motion, I sought to raise a point of order
under the provisions of Rule 258 of the Rules of Procedure. As per the well-established conventions, every member who seeks to raise a point of order has to be permitted by the chair to raise the point of order. Furthermore, when the leader of opposition is seeking to raise a point of order, they have to be allowed to raise the same. I was, however, not allowed to raise my point of order. Right. This is itself a gross violation of the well-settled, time-honored parliamentary convention. Now coming to the provisions of the suspension of members, under provision of Sub-Rule 1 of Rule 256, before a motion is moved for suspension of any member, the chairman has to first name a member. If he is of the view that a member has disregarded the authority of the chair or abused the rule of the council. Right, Kargeji, I heard you. No, I understood what you want. No, you Sir, can't make I a have to statement. You can't make a statement. You cannot make a statement. You can make a point. You can't make a statement. 1 minute, sir. Let others sit I down. am quoting this Let others rule. sit down. He is capable of Sir, placing it before the house. sir, you're not allowing 1 minute. I Sir, allowed 1 him. minute. Are you going to dictate to me? Nobody is going to dictate. How can Right. we dictate you? Right. Sir, So- the rules of council persistently and willfully obstructing the business of the house. Only after naming of such member, the chairman shall put a question on a motion being made under sub-rule 2 of Rule 256. Hence, the suspension of any member, there are two parameters which have to be adhered to. Firstly, the naming of the members by a chairman is required prior to their suspension. Only thereafter, the motion of suspension of members so named can be moved. More importantly, this procedure is relevant only on the date of occurrence of the alleged disregard or disorderly conduct of a member. Right. However, yesterday, sir, you were I not understood. there. No, please. So I am bringing to your notice 1 minute, Yeah, please. half second. No. Take half a minute. No No, problem. no, Please no, tell 1 me. minute. Make the point. Alleged disregard to disorderly conduct of the member. However, yesterday the motion for suspension of members was moved by the Minister of Parliamentary Affairs for their alleged disorderly conduct which took place during the previous session. In the present case, none of the 12 members had been named on that particular day, bringing forward a motion to suspend the members months after the day of occurrence of alleged disorderly conduct. Right. Is not in order. Right, sir. The Once unprecedented I heard and you. undemocratic I heard you is in a rapt blatant attention. violation of the rules. Right. I Sir, heard you. we demand Kargeji, please. This suspension of 12 members may kindly be revoked. I request you, sir. Please. And no, we came to your house. If you- And, sir, 1 minute. We all members came to your house. We requested you to revoke it, and it has been done selectively. There are some members, nothing to do with this. And this incident happened in last session. How can you take this? Right. So, I heard the please LOP. revoke it. Let me clearly clarify revoke it it. for the sake of the I understanding see- of the House as well as the nation. The Rajya Sabha is a continuing institution. And the chairman of the House of the Rajya Sabha is empowered 256, 259, 266, even other residuary powers also. Chairman can take action and also the House can take action. What happened yesterday is not chairman taking action. It is the House, after a resolution is moved, No, that sir. has taken action. And also, please, hear me.
please hear me. Even about these members, on 10th August, go through the records. If you want, I will ask that to be released again. 10th, we have named members. On 10th, we have named members. We have requested them also to go to their respective seats. I appealed. Please, Ramesh, when the chair is speaking, you are not supposed to disturb him. I heard the LOP. Right. Okay. Not the House except the some opposition parties. Okay. I agreed. And then one minute coming. No, please sit down. No, please. When a chair is speaking, don't interrupt him. It will not go on record. I will not call you again. When I heard him fully, these people on 10th August go through the proceedings of the House. The deputy chairman made appeal number of times. Sometimes even took the names also. Later also it was in the bulletin also it was published about the people who are engaged in this act. And 11th, no, you say no. You say no. I am not doing it. Please. What is this? What is this? What is this? Please sit down. Sit down, Mr. Venugopal. This is not the way. See, you try to mislead the House. You disturbed the House. You ransacked the table, and you also throw the papers on the chair, and also you have got, some of them have gone down to the table, and then you are giving me lessons. You are giving me lessons. So this is not the way. The motion was moved, it was approved, action is taken, it is final. If the members who have committed this sacrilege against the House, they have not expressed any remorse. On the other hand, they are justifying. And so I don't think the appeal of the leader of opposition is worth considering. I am not considering it at all. I am not considering. Juror about the flood situation. Juror Mr. G.K. Vasan. Issue of heavy rains in Tamil Nadu. Mr. Vasan. Please sit down. Please sit down. Very important issue. Very important issue. This is a matter Yes, of what happened in the House earlier was a matter of democracy. That's why action is taken. I call the members to hear this. Tamil Nadu is reeling under heavy rains for the past 1 month. The state of Tamil Nadu Mr. is Vasan, severely affected. that has been disposed of. Please sit down. Please sit down, Mr. Suraj Sivan and Bitter. Please sit down. Otherwise, I have to. Please. Mr. Vasan, you conclude. What you are saying is going on record. Sir, Chennai has not seen such a rain for 100 years, sir. Chennai and surroundings. The northern districts of Chennai, like Chengalpattu, Kanchipuram, Thiruvallur, have received heavy rainfall. Lakes and reservoirs have been overflowing, sir. The streets of Chennai That has been is disposed overflowing. of. The Kaveri Delta has been completely damaged. Please The be farmers seated. are suffering today, This is a sir, public issue because of of floods. continuous rain. The southern districts like Thoothukudi, Kanyakumari, Tirunelveli, Ramanathapuram has also not been spared, sir. Schools and colleges have been continuously No, closed. please go to your seats. Roads and bridges Please go. This have is been what is damaged, matter of sir. democracy. Sir, though This the is central government what has happened earlier. seen, sir, Go to the your right seats. time, the Go to Tamil your Nadu seats. government needs Don't assistance, precipitate sir. further action. It is a challenging Don't job precipitate for further the action. Tamil Go to Nadu, your sir. seats. I request the central government's team to come again and inspect, sir, and restore normalcy by giving financial aid to Tamil Nadu. Thank you, sir. Right. Mr. Wilson. On floods. I'm floods. associating with that. You associate. House kindly rest. തീരുമാനം പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ച് ലോക്സഭയിൽ വലിയ ബഹളമായിരുന്നു. ലോക്സഭ ഇപ്പോൾ 2 മണിവരെ പിരിഞ്ഞിരിക്കുന്നു. രാജ്യസഭയിലും മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ച വാദങ്ങൾ സ്പീക്കർ അനുവദിച്ചിട്ടില്ല. വാദങ്ങൾ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്പീക്കറുടെ പ്രതികരണം. വിവരങ്ങളുമായി അരുൺ ശങ്കറുണ്ട്. അരുൺ, ലോക്സഭ ഉച്ചവരെ പിരിഞ്ഞിരിക്കുന്നു. രാജ്യസഭയിൽ ബഹളത്തോടുകൂടി മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
പക്ഷേ അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ എന്താണ്, അതിനെ എങ്ങനെയാണ് ചേർത്തള്ളിയിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം 12 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്ത വിഷയമാണ് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ ഉന്നയിച്ചത്. ആ നടപടിയുടെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ നടന്ന ഒരു വിഷയത്തിൽ എങ്ങനെ ഈ സമ്മേളന കാലയളവിൽ നടപടി സ്വീകരിക്കും, അതോടൊപ്പം തന്നെ അന്ന് അവരുടെ പേരുകൾ പരാമർശിച്ചില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രമേയം അവതരിപ്പിച്ചതിലെ വീഴ്ചകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ അതൊക്കെ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു തള്ളിക്കളയാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാൻ അധ്യക്ഷന് പൂർണ്ണ അധികാരമുണ്ട്. നടപടിക്രമം പാലിച്ചുകൊണ്ടാണ് പ്രമേയം അവതരിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയം പരിഗണന അർഹിക്കുന്നില്ല, അതുകൊണ്ട് അത് പൂർണ്ണമായും തള്ളുന്നു. അംഗങ്ങൾക്കെതിരെ എടുത്ത തീരുമാനം അന്തിമമാണ്, അതിൽ മാറ്റമുണ്ടാകില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് പ്രതിപക്ഷം രാജ്യസഭയിൽ ബഹളം വെക്കുന്നുണ്ട്. ബഹളത്തിനിടയിലും ശൂന്യവേളയുമായി അധ്യക്ഷൻ വെങ്കയ്യ നായിഡു മുന്നോട്ട് പോവുകയാണ്. ലോക്സഭയിൽ പ്രതിപക്ഷം നടത്തിയ ബഹളത്തിനിടെയാണ് 2 മണിവരെ സഭ നിർത്തിവെക്കാൻ സ്പീക്കർ തീരുമാനിച്ചത്. ഇന്നലെയും ലോക്സഭ നിരവധി തവണ സ്തംഭിച്ചിരുന്നു. ഇന്നും അതേ അവസ്ഥയാണ് ലോക്സഭയിൽ ഉണ്ടായിരിക്കുന്നത്. കർഷക വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെക്കുന്നത്. രാജ്യസഭയിലും ഇപ്പോൾ പ്രതിപക്ഷ ബഹളം തുടരുകയാണ്. എന്തായാലും 12 പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഏറ്റുമുട്ടലിനുള്ള വിഷയമായി മാറിയിരിക്കുന്നു. രാജ്യസഭയിൽ ബഹളം തുടരുന്നു. ലോക്സഭ ഉച്ചവരെ പിരിഞ്ഞിരിക്കുകയാണ്. എംപിമാരുടെ സസ്പെൻഷൻ ഇങ്ങനൊരു നടപടിയിലേക്ക് കടക്കുന്ന സൂചനകൾ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ നൽകിയിട്ടില്ല എന്നുള്ള വാദമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമായും രാജ്യസഭയിൽ ഉന്നയിച്ചത്. പക്ഷേ രാജ്യസഭ നടപടികൾ എന്നത് ഒരു തുടർച്ചയാണ് എന്ന വാദമാണ് സ്പീക്കർ ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റു വിഷയങ്ങളിലുള്ള ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും തുടരുന്നു.